ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഗ്രീൻ പീസ് മസാലക്കറിയാണ്. എല്ലാം കൂടെ കുക്കറിൽ ചേർത്തൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ആർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ കറി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇനി കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 250 ഗ്രാം അളവില് ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ കൂടെ തന്നെ 1/4 കിലോ അളവില് ഉരുളക്കിഴങ്ങും തോലെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണ്. ഒരു തക്കാളി, ഒരു ബോള് വെളുത്തുള്ളി, 3-4 പച്ചമുളക്, 2 സവാള. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായി വന്നാൽ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ അളവിലെ കടുകും 1/4 ടീസ്പൂൺ അളവിലെ പെരിഞ്ജീരകവും ചേർത്തൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും കൂടി ചേർത്തൊന്ന് വഴറ്റാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വരുമ്പോഴേക്കും തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ അളവിലെ മല്ലിപ്പൊടി, സ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിലെ ചിക്കൻ മസാല. ഇനി വഴറ്റുന്ന സവാളയിലേക്ക് പൊടികൾ ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മുരിയിച്ചിട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റാം. മസാല മൂപ്പായി വന്നു കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റാം. 1 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു സ്വാദിനായിട്ട് 1/4 ടീസ്പൂൺ അളവിലെ പഞ്ചസാര കൂടെ ചേർത്ത് കുക്കർ മൂടി ഒരു 3-4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് നമുക്ക് ഈ ഗ്രീൻ പീസ് വേവിച്ചെടുക്കേണ്ടത്. കുക്കർ മൂടി കൊടുക്കുമ്പോൾ നല്ലോണം ആവി വന്നതിന് ശേഷമായിരിക്കണം ഇതിലേക്ക് വിസിലിട്ട് കൊടുക്കേണ്ടത്. ഒരു 4 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുക്കറിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ ഞാൻ ഈ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഗ്രീൻ പീസ് മസാല കറി ഇവിടെ റെഡിയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ നല്ല കൊഴുപ്പോട് കൂടി തന്നെയാണ് നമുക്ക് ഈ കറി കഴിക്കാൻ സാധിക്കുന്നത്. പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്ന് വേണ്ട എന്തിന്റെ കൂടെയും സൈഡായിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു ഗ്രീൻ പീസ് കറി എല്ലാവരും വീടുകൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ.